ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോടാണ്. ധാരാളം മുജാഹിദുകളായിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കാറുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവരെല്ലാവരും തെറ്റിദ്ധരിച്ചു പോയതാണ്. സുന്നാളെപ്പറ്റി സംശയമില്ല, സുന്നാളെപ്പറ്റി ഒരു സംശയമില്ല, ഉറപ്പാണ് ശിർക്കിലാന്ന്. എന്താ സംശയം? നമുക്കൊരു സംശയമില്ല. ഹൃദയത്തിൽ സീല് വെക്കപ്പെട്ട മുജാഹിദ് പണ്ഡിതന്മാരെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലുള്ള സകലമാന സുന്നി വിശ്വാസികളും ഇവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അല്ലെങ്കിൽ മുശ്രിക്കാണ് എന്നാണല്ലോ ഇവരുടെ വിശ്വാസം. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഇവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് എന്ന് 100% എനിക്ക് ഉറപ്പാണ്. കാരണം അവരുടെ സംസാരം അങ്ങനെയാണ്. അവർ പറയാറുള്ളത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഷിർക്കിലായിരിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. അവരൊരു പക്ഷേ എന്താണ് പ്രാർത്ഥന, എന്താണ് ആരാധന എന്നൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഒരു സുന്നിയെക്കുറിച്ചും നിങ്ങൾക്ക് കാഫിർ എന്നോ മുശ്രിക്ക് എന്നോ വിശ്വസിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഇത് ഉണർത്തുന്നു എന്ന് മാത്രം. നിങ്ങളുടെ തന്നെ മുജാഹിദുകളുടെ തന്നെ പ്രസിദ്ധീകരണമായ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൽ നിന്ന് ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇത് KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിൽ തന്നെ പറയുന്നതായിട്ട് കാണാം, പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ മക്ബറയോ എന്തായാലും, മക്ബറയായാലും ശരി, കല്ലായാലും ശരി, എന്തായാലും ശരി, ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. അപ്പോൾ നമുക്കിവിടെ വിഷയം സിമ്പിളായി മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായിട്ടുള്ള ആളുകളോട് സുന്നികൾ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അവർക്ക് മുശ്രിക്ക് എന്ന് അവർ പരിചയപ്പെടുത്തി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരോട് ഇസ്തിഗാസ നടത്തിയാൽ, പ്രവാചകന്മാരോട് സഹായം തേടിയാൽ, ആ പ്രവാചകന്മാരെ കുറിച്ച് ആരാധ്യനെന്നോ അതല്ലെങ്കിൽ ഇലാഹാണ് എന്നോ ദൈവികമായ കഴിവുകൾ അവർക്കുണ്ട് എന്നൊക്കെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അത് ശിർക്കാവുകയുള്ളൂ എന്നാണ് നിങ്ങളുടെ പുസ്തകം തന്നെ പറയുന്നത്. അപ്പം നമ്മളെക്കുറിച്ച് സുന്നികളായ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അവർ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ആരാധനക്കർഹരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും തന്നെ ഇല്ല. ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തിടത്തോളം കാലം അവർ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ ആ സഹായതേട്ടം വെറും സഹായം അഭ്യർത്ഥന മാത്രമാണ്. അതെന്താവില്ല, ആരാധനയാവില്ല എന്നാണ് മുജാഹിദുകളുടെ തന്നെ പുസ്തകം എഴുതുന്നത്. എന്ത് കൃത്യമാണ് ഈ പറഞ്ഞ വിഷയം. ഇതെങ്കിലും നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ വലിയ ഭീമാകാരമായി അബദ്ധങ്ങളിൽ, തെറ്റിദ്ധരിപ്പിക്കലിൽ പെട്ടുപോവില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു പുസ്തകം കൂടി നോക്കാം. സൽസബീൽ ത്രൈമാസ മാസിക എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇതും മുജാഹിദുകളുടേതാണ്. ഇതിൽ പറയുന്നൊരു വിശ്വാസം, ഇത് ഞാൻ വായിക്കുന്നത്, ഒരു വിശ്വാസിയുടെ ഷിർക്കും തൗഹീദും നിശ്ചയിക്കുന്നത് അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. നമുക്കൊക്കെ അറിയാം, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വിശ്വാസം കൽബിൽ വരുമ്പോഴാണ് നമ്മളൊക്കെ മുസ്ലിം ആകുന്നത്. മക്കയിലെ മുശ്രിക്കുകളുടെ ഇടയിലേക്ക് അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾ അയച്ചത് എന്തിനാണ്? അവരുടെ വിശ്വാസം അല്ലാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ട് എന്നായിരുന്നു. ആ വിശ്വാസം തെറ്റാണ്. അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാനാണ് അള്ളാഹിന്റെ റസൂല് പോയത്. അപ്പൊ ഈ മക്കയിലെ മുശ്രിക്കുകളൊക്കെ എന്തായിരുന്നു? അള്ളാഹു അല്ലാത്തവർ ഇലാഹാണ്, ബിംബങ്ങൾ ഇലാഹാണ് എന്നൊക്കെ വിശ്വസിച്ച് അവകളോടാണ് തേടിയത്. ആ ഇലാഹാണെന്ന് വിശ്വാസത്തോടു കൂടെയുള്ള തേട്ടം അത് ഷിർക്കാണ്, അള്ളാഹു അല്ലാത്തവരാകുമ്പോൾ എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ വന്നു. ആ ഒരു വിശ്വാസവും ആ ഒരു തേട്ടവും ആർക്കുണ്ടായിരുന്നു? മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. അവരെപ്പോഴൊക്കെ തേടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരുടെ വിശ്വാസം എന്താണ്? ഇതൊക്കെ ഇലാഹുകളാണ് എന്ന് തന്നെയാണ്. ഒരാളൊരു ബിംബത്തിന്റെ മുമ്പിൽ സുജൂദിലായി കിടക്കുന്നത് കണ്ടാൽ പോലും എന്താക്കാൻ പാടില്ല? അയാള് ഷിർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല. നേരെ മറിച്ച് അയാൾ എന്തിനു സുജൂദ് ചെയ്തു, അയാളുടെ ഉദ്ദേശം എന്താണ്, ഇതിന് ആരാധന അർപ്പിക്കുക എന്നാണോ എന്നിത്യാദി കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെ വിധി എഴുതാൻ പാടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് വിധി പറഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിൽ പെട്ടുപോകും എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് സൽസബീൽ എന്ന് പറയുന്ന മുജാഹിദുകളുടെ മാസിക തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ വിശ്വാസം എന്ത് എന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും ഒരാളെ കുറിച്ച് മുശ്രിക്ക് എന്നോ പിന്നെ കാഫിർ എന്നൊന്നും പറയാനുള്ള അധികാരം നമുക്കില്ല. ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയതുപോലെയുള്ള വിശ്വാസങ്ങളോട് കൂടെ അല്ലാതെ സുന്നികൾ നടത്തുന്നത് പോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും പ്രവാചകന്മാരും അള്ളാഹുവിന്റെ അടിമകളാണ് എന്നും അവർ യാതൊരു നിലക്കും ഇലാഹുകളല്ല എന്നും ആരാധനക്കർഹരല്ല എന്നും വിശ്വസിച്ച് അള്ളാഹുവിങ്കിൽ നിന്ന് ഉത്തരം കിട്ടാൻ ഇവരോട് സഹായം തേടുന്നത് കാരണമാണ് എന്ന വിശ്വാസത്തിൽ സഹായം തേടിയത് ഷിർക്കാണ് എന്നോ അതല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ ആ രൂപത്തിലാണ് സഹായം തേടിയത് എന്നോ തെളിയിക്കാൻ ഒരൊറ്റ മുജാഹിദുകൾക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല, ഇനിയിട്ട് സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ സുന്നികളായ ആളുകളെ മുശ്രിക്കാക്കാൻ ഈ മുജാഹിദുകൾക്ക് യാതൊരു വകുപ്പുമില്ല എന്ന സത്യം നാം എല്ലാവരും ഉൾക്കൊള്ളുക.